ബോളിവുഡിലെ ചക്രവർത്തി അമിതാഭ് ബച്ചൻ സിനിമയിലേക്ക് വന്ന ആദ്യ നാളുകളിൽ അദ്ദേഹത്തിന് അനേകം അവഗണനകൾ നേരിടേണ്ടി വന്നിരുന്നു. അനേക സിനിമകളിൽ നിന്നും അദ്ദേഹം ഒഴിവാക്കപ്പെട്ടു. ഒഴിവാക്കിയതിന്റെ കാരണമായി അവർ പറഞ്ഞത്, താങ്കളുടെ ശബ്ദം ഞങ്ങളുടെ സിനിമയ്ക്ക് യോജിച്ചതല്ല എന്നാണ്. ഇത്തരത്തിൽ നിരവധി അവസരങ്ങളിൽ അദ്ദേഹം പരിഹാസത്തിന് ഇരയായി മാറിയിരുന്നു. അന്ന് അദ്ദേഹത്തെ പരിഹസിച്ച അതേ ആളുകൾ പിൽക്കാലത്ത് അദ്ദേഹത്തെ ഹിന്ദി സിനിമയുടെ ചക്രവർത്തി എന്ന് ബഹുമാനപൂർവ്വം വിളിച്ചു. അദ്ദേഹത്തിന് ഏറെ പരിഹാസം നേരിടേണ്ടി വന്ന തന്റെ ശബ്ദം ഇന്ന് ലോകമറിയപ്പെടുന്ന ഒരു ബ്രാൻഡാക്കി മാറ്റാൻ അദ്ദേഹത്തിന് സാധിച്ചു. ധീരുഭായ് അംബാനി. ധീരുഭായ് അംബാനി വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച ഒരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് ഉയർന്ന വിദ്യാഭ്യാസം പോലും ലഭിച്ചിരുന്നില്ല. അന്ന് അദ്ദേഹത്തിന്റെ പ്രയത്നങ്ങളെ ആളുകൾ പരിഹാസത്തോടെയായിരുന്നു കണ്ടിരുന്നത്. അദ്ദേഹത്തിന്റെ പ്ലാനിങ്ങിനെയും പ്രവൃത്തികളെയും ചുറ്റുമുള്ളവർ കളിയാക്കി ചിരിക്കുമായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ തന്റെ കഠിന പ്രയത്നത്തിലൂടെയും ദൃഢസങ്കല്പത്തിലൂടെയും പിൽക്കാലത്ത് റിലയൻസ് ഇൻഡസ്ട്രി എന്ന വലിയ സാമ്രാജ്യം അദ്ദേഹം കെട്ടിപ്പടുത്തു. ശ്രീ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. മഹാത്മാഗാന്ധിജിയെ അദ്ദേഹത്തിന്റെ അഹിംസാ സിദ്ധാന്തത്തിന്റെ പേരിൽ ബ്രിട്ടീഷുകാർ നിരന്തരം പരിഹസിക്കുകയും അവഹേളിക്കുകയും ചെയ്യുമായിരുന്നു. എന്നാൽ അദ്ദേഹം തന്റെ സിദ്ധാന്തങ്ങളിൽ അടിയുറച്ചു നിന്ന് ഭാരതത്തിന് സ്വാതന്ത്ര്യം നേടിയെടുക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചു. ഇന്ന് അദ്ദേഹത്തെ ലോകം കണ്ട ഏറ്റവും പ്രഭാവശാലിയായ നേതാക്കളിൽ ഒരാളായാണ് ലോകം വാഴ്ത്തുന്നത്. ഇത്തരത്തിൽ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ധാരാളം ഉദാഹരണങ്ങൾ ലഭിക്കും. ഒരിക്കൽ ലോകം പരിഹസിച്ചവർ പ്രയത്നത്തിലൂടെ തന്നെ പരിഹസിച്ചവർക്ക് സ്വപ്നം കാണാൻ പോലും ആകാത്ത ഉയരത്തിൽ എത്തിച്ചേർന്ന ഉദാഹരണങ്ങൾ. എങ്ങനെയാണ് അത്രയും പരിഹാസം ഏൽക്കേണ്ടി വന്നിട്ടും അവർ ഉയർച്ചയുടെ നെറുകയിലെത്തിയത്? സാധാരണ രീതിയിൽ കുറെ പരിഹാസം ഏൽക്കേണ്ടി വന്ന വ്യക്തി പ്രയത്നങ്ങളെല്ലാം ഉപേക്ഷിച്ച് നിരാശയോടെ ഇരിക്കേണ്ടതല്ലേ? മറ്റുള്ളവരുടെ വിമർശനം കേൾക്കണ്ട എന്ന് കരുതി ചെയ്യുന്ന പരിശ്രമങ്ങൾ ഉപേക്ഷിച്ച് സാധാരണ ജീവിതത്തിലേക്ക് ഒതുങ്ങിക്കൂടേണ്ടതല്ലേ? കാരണം അവർക്ക് എപ്പോഴാണോ അവരുടെ പാഷൻ, അവരുടെ സ്വപ്നം പൂർത്തീകരിക്കുന്നത്, അപ്പോഴാണ് ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്നത്. അവർക്ക് കഠിനാധ്വാനം ചെയ്യുമ്പോൾ ലഭിക്കുന്ന സന്തോഷം വേറൊരു കാര്യത്തിൽ നിന്നും ലഭിക്കില്ല. അവരുടെ ഉള്ളിൽ ഈ ഒരു സങ്കല്പമാണ് ഉണ്ടാകുക, അതായത് മറ്റുള്ളവർ എന്തു തന്നെ പറഞ്ഞാലും എനിക്കത് പ്രശ്നമല്ല, ഞാൻ എൻ്റെ പരിശ്രമം തുടരുക തന്നെ ചെയ്യും. സ്വന്തം കഴിവിൽ കോൺഫിഡൻസ് ഉള്ളവർക്കും സ്വന്തം പ്രയത്നത്തിൽ വിശ്വാസമുള്ളവർക്കും മറ്റുള്ളവർ പരിഹസിക്കുന്നത് ശ്രദ്ധിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളവരെ ആശ്രയിക്കേണ്ടിയോ വരാറില്ല. അഥവാ നിങ്ങൾക്ക് സ്വയം നിങ്ങളുടെ കഴിവിൽ അല്ലെങ്കിൽ പ്രയത്നത്തിൽ, പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ലക്ഷ്യത്തിൽ വിശ്വാസമില്ലെങ്കിൽ, കൂടാതെ നിങ്ങളിൽ നിങ്ങൾക്ക് വിശ്വാസമില്ലെങ്കിൽ ഈ ലോകം എങ്ങനെ നിങ്ങൾ വിശ്വസിക്കും? അതുകൊണ്ട് ആളുകൾ പരിഹസിക്കുമ്പോൾ അതിൽ തളരാതെ ഈ ഒരു ചിന്തയാണ് ഉണ്ടാകേണ്ടത്. ഈ ലോകത്തിൽ മഹാനായ പല ആളുകളുടെയും സഞ്ചാരപാതയിലുടനീളം അവർക്ക് പരിഹാസങ്ങൾ നേരിടേണ്ടതായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാനും അവരുടെ അതേ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സമയം ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. ആർക്കാണോ പരിഹാസം നേരിടേണ്ടി വന്നിട്ടുള്ളത് അവർ ആ സ്റ്റേജ് കടന്ന് ഇതിഹാസ പുരുഷന്മാരായി മാറിക്കഴിഞ്ഞു. അതേപോലെ ഇപ്പോൾ നിങ്ങൾക്ക് പരിഹാസം നേരിടേണ്ടി വരുന്നുവെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഇതിഹാസം രചിക്കേണ്ട കർത്തവ്യം നിങ്ങൾ ആരംഭിച്ചു എന്ന് തന്നെയാണ്. എത്രമാത്രം ആളുകൾ എന്നെ പരിഹസിക്കുന്നോ അത്രയും കഠിന പ്രയത്നം ഞാൻ ചെയ്യും എന്നൊരു മൈൻഡ് സെറ്റാണ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഞാൻ സഞ്ചരിക്കുന്ന വഴിയിൽ ഒരു യൂ ടേൺ ഇല്ല, എനിക്ക് മുന്നോട്ട് പോയേ തീരൂ. അത് എത്ര തന്നെ പരിഹാസം കേൾക്കേണ്ടി വരികയാണെങ്കിൽ പോലും കഠിന പ്രയത്നം നടത്തുക എന്നതാണ് എൻ്റെ ആദ്യ പ്രയോറിറ്റി. നമ്മൾ സഞ്ചരിക്കുന്ന ട്രെയിനുകൾ എങ്ങനെയാണ് നിശ്ചിത സമയത്തിനുള്ളിൽ അനേകം കിലോമീറ്ററുകൾ സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്ത് എത്തിച്ചേരുന്നത്? എന്തുകൊണ്ടെന്നാൽ അത് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു, തുടർച്ചയായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് പകലും രാത്രിയും, അവ തുടർച്ചയായി വന്നും പോയി വിരിക്കുന്നു. ഇത്തരത്തിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് തുടർച്ചയായി പ്രയത്നിക്കാൻ സാധിക്കുന്നില്ല? എന്തുകൊണ്ട് ഇടയ്ക്ക് വെച്ച് പരിശ്രമം ഉപേക്ഷിക്കുന്നു? നിങ്ങൾ പരാജയപ്പെട്ടതുകൊണ്ടാണ് പരിശ്രമം പകുതി വെച്ച് ഉപേക്ഷിച്ചതെങ്കിൽ അത് തെറ്റാണ്. നിങ്ങൾ പരാജയത്തിൽ നിന്നും പഠിക്കുകയാണ് ചെയ്യേണ്ടത്. പരാജയം എന്നത് ഒന്നിന്റെയും അവസാനമല്ല, അത് എല്ലാവരുടെയും ജീവിതത്തിൽ സാധാരണമാണ്. പിന്നെ നിങ്ങൾ എന്തിന് പരിഹാസത്തെ ഭയക്കുന്നു? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങളെ പരിഹസിക്കുന്നവരുടെ ജീവിതത്തിൽ പരാജയം ഉണ്ടാകാറില്ല എന്ന്? സുഹൃത്തെ, ഏറ്റവും കൂടുതൽ പരാജയപ്പെട്ടവരായിരിക്കും മറ്റുള്ളവരെ പരിഹസിക്കാനും മുന്നിൽ നിൽക്കുന്നത്. കാരണം
അവരുടെ പരാജയത്തിന്റെ വിഷമം അല്ലെങ്കിൽ നാണക്കേട് ഇല്ലാതാക്കാനാകും നന്നായി പ്രയത്നിക്കുന്നവരെ കാണുമ്പോൾ അവരെ പരിഹസിക്കാനും തളർത്താനും ഇക്കൂട്ടർ ശ്രമിക്കുന്നത്. അതിലൂടെ ലഭിക്കുന്ന അല്പസമയത്തെ ഒരു സന്തോഷം, ആ ആശ്വാസം. നിങ്ങളെ ഇരയാക്കി അവർ കണ്ടെത്തുന്ന ഈ സന്തോഷത്തിന് നിങ്ങൾ നിന്നു കൊടുക്കരുത്. ഇനി അഥവാ മറ്റുള്ളവരുടെ ഉപദേശങ്ങൾക്കനുസരിച്ചാണ് നിങ്ങൾ പ്രയത്നിക്കുന്നതെങ്കിൽ അതിൽ വിജയമുണ്ടാകില്ല. നിങ്ങളെങ്ങാനും പരാജയപ്പെട്ടാൽ അന്ന് ഉപദേശിച്ച അതേ ആളുകൾ ഇന്ന് നിന്നെ കുറ്റപ്പെടുത്തും. നീ എന്താണ് ഇങ്ങനെ ചെയ്തത്? അങ്ങനെയല്ലേ ചെയ്യേണ്ടിയിരുന്നത്? ഞാൻ പറഞ്ഞത് കരുതി ഒന്നും ആലോചിക്കാതെ നീ എന്തിനിത് ചെയ്തു? എന്നിങ്ങനെയൊക്കെ. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചുറ്റുമുള്ളവരെയെല്ലാം സംതൃപ്തരാക്കി നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും ചെയ്യാനാകില്ല. അവരുടെ ജോലി ഉപദേശിക്കുക എന്നതാണ്, നിങ്ങളുടെ ജോലി ചെയ്യുക എന്നതും. മറ്റുള്ളവരെ ശ്രദ്ധിക്കാതെ സ്വയം നടത്തുന്ന ആ പ്രയത്നമാണ് നിങ്ങളെ ഇതിഹാസ തുല്യരാക്കി തീർക്കുന്നത്. ഇന്ന് നിങ്ങൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ, ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ, ഇവയെല്ലാം നിങ്ങളുടെ സ്വഭാവം, നിങ്ങളുടെ പേഴ്സണാലിറ്റി, നിങ്ങളുടെ അസ്തിത്വം ശക്തമാക്കാൻ സഹായിക്കും എന്നുറപ്പാണ്. ഇന്ന് നിങ്ങളെ സംശയത്തോടെ നോക്കുന്ന അല്ലെങ്കിൽ പരിഹസിക്കുന്ന ആളുകളെല്ലാം നാളെ നിങ്ങളെ ബഹുമാനിക്കും. അവരുടെ കുട്ടികൾക്ക് മാതൃകയായി അവർ നിങ്ങളെ ചൂണ്ടിക്കാണിക്കും. നിങ്ങളെപ്പറ്റി പാഠപുസ്തകങ്ങളിൽ അവർ പഠിക്കും. നിങ്ങളെപ്പറ്റിയുള്ള ഡോക്യുമെന്ററി വീഡിയോകൾ അവർ കാണും. ഒരു കാലത്ത് നിങ്ങളെ പരിഹസിച്ചിരുന്നവർ നിങ്ങളുടെ മുന്നിൽ ലജ്ജിച്ച് തല താഴ്ത്തും. നിങ്ങളെ അവരുടെ കൂടെ കൂട്ടുവാൻ അവർ മത്സരിക്കും. അതുകൊണ്ട് നിങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്ന പരാജയങ്ങളിൽ നിന്നും പാഠം പഠിക്കുക. നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ നിങ്ങൾ പരാജയപ്പെടുന്നത് കാണാൻ കാത്തിരിക്കുകയാണ്. ആ പരാജയം ആഘോഷിക്കാനായി കൊതിച്ചിരിക്കുകയാണ്. പക്ഷേ ഇന്ന് നിങ്ങൾ നിങ്ങളുടെ പ്രയത്നം പകുതി വഴിയിൽ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ ഇത്തരക്കാർ നിരാശരാകുമെന്നുറപ്പാണ്. നിങ്ങളായിരുന്നു ശരി എന്ന് ഈ പരിഹസിച്ചവർക്കും കുറ്റപ്പെടുത്തിയവർക്കും മുന്നിൽ കാണിച്ചു കൊടുക്കുക. ഇത് നിങ്ങൾക്കേ സാധിക്കൂ. നിങ്ങൾക്ക് നിങ്ങളെ പ്രചോദിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ലോകത്ത് വേറെ ഒരാളെയും പ്രചോദിപ്പിക്കാൻ സാധിക്കില്ല. അതിനുള്ള അവകാശവുമില്ല. നിങ്ങളുടെ ജീവിതം ഒരു മാതൃകയാക്കി ലോകത്തിലുള്ളവരെ പ്രചോദിപ്പിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങളിൽ നല്ല മനക്കരുത്തുണ്ടാകണം. ഓരോ ദിവസവും ഓരോ നിമിഷവും നിങ്ങളെ സ്വയം മോട്ടിവേറ്റഡ് ആയി വെക്കണം. ഈ ലോകത്തിന്റെ നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് മാറിയിരിക്കാൻ സാധിക്കില്ല. ഈ നെഗറ്റീവ് ആളുകളിൽ നിന്നും നിങ്ങൾക്ക് ദൂരെയായിരിക്കാനും സാധിക്കില്ല. കാരണം നിങ്ങൾ ഈ ലോകത്ത് ജനിച്ചുപോയി. ഇനി മരിക്കുന്നത് വരെയും ഇത്തരക്കാരുടെ ഇടയിൽ ജീവിച്ചേ മതിയാകൂ. നിങ്ങളുടെ മരണശേഷവും ഇവിടെയുള്ളവർ നിങ്ങളെ ജഡ്ജ് ചെയ്യും എന്നുറപ്പാണ്. എന്നാൽ ഇവിടെ ഒരു ചോയ്സ് ഉണ്ട്. നിങ്ങളെ അവർ ഏത് രീതിയിൽ നിങ്ങളുടെ മരണശേഷം ജഡ്ജ് ചെയ്യണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഒന്ന്, ആളുകൾ ഇങ്ങനെ ജഡ്ജ് ചെയ്യും: എന്തൊരു ജീവിതമായിരുന്നു അവരുടേത്, അവർ ജീവിക്കാനായി ഒരു പ്രയത്നവും ചെയ്തില്ലായിരുന്നു, ഒന്നും നേടിയില്ലായിരുന്നു, കഷ്ടമായി പോയി അവരുടെ ജീവിതം. അങ്ങനെ. മറ്റൊന്ന്, ആളുകളെ കൊണ്ട് ഇങ്ങനെ പറയിക്കാം: അവരുടേതായിരുന്നു ജീവിതം, നേടാനുള്ളതെല്ലാം അവർ മരിക്കും മുമ്പ് നേടിക്കഴിഞ്ഞു, നമ്മളും അവരുടെ ജീവിതം മാതൃകയാക്കിയാൽ നമുക്കും ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം നയിക്കാൻ സാധിക്കും എന്നിങ്ങനെ. ഇപ്പോൾ നിങ്ങൾക്ക് തീരുമാനിക്കാം ഇതിൽ ഏത് വേണമെന്ന്. രണ്ടാമത് പറഞ്ഞ രീതിയിൽ നിങ്ങളെ പിൽക്കാലത്ത് അറിയപ്പെടാനാണ് നിങ്ങളുടെ ആഗ്രഹമെങ്കിൽ ഈ സമയത്ത് ചുറ്റുമുള്ളവർ പറയുന്ന നെഗറ്റീവ് കാര്യങ്ങൾ കേട്ട് നിങ്ങളുടെ പ്രയത്നം പകുതി വഴിയിൽ ഉപേക്ഷിക്കാതിരിക്കുക. നിങ്ങളുടെ പരിശ്രമമായിരിക്കണം നിങ്ങളുടെ ആദ്യത്തെ പ്രയോറിറ്റി ആക്കി വെക്കേണ്ടത്. മറ്റുള്ളവരുടെ പരിഹാസം കൂടുതൽ ഏറ്റുവാങ്ങേണ്ടി വന്നവരാണ് ജീവിതത്തിൽ കൂടുതൽ ഉയർന്ന വിജയങ്ങൾ കൈവരിക്കുന്നത്. കാരണം അവരുടെ ഉള്ളിൽ സദാ ജ്വലിക്കുന്ന ഒരു അഗ്നി ഉണ്ടാകും. അവരുടെ ഉള്ളിൽ അത്രയും മനക്കരുത്തുണ്ടാകും. അതിനു മുന്നിൽ അവരെ തളർത്താൻ ശ്രമിക്കുന്നവരുടെ വാക്കുകൾക്ക് പുല്ലുവിലയായിരിക്കും. അവരുടെ പ്രയത്നത്തിന്റെ രീതികൾ മാറിക്കൊണ്ടിരിക്കും. പക്ഷെ അവരുടെ ലക്ഷ്യം മാറില്ല. അവരുടെ ദൃഢനിശ്ചയം മാറില്ല. ഈ ലോകം നിങ്ങളെ യാതൊന്നും പഠിപ്പിക്കില്ല. എങ്ങനെ വിജയിക്കാമെന്ന് പറഞ്ഞു തരില്ല. നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങളുടെ പരാജയത്തിൽ നിന്നുമാണ്. ജീവിതത്തിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താമെന്നും എങ്ങനെ ആ സന്തോഷം നിലനിർത്താമെന്നും നിങ്ങൾ തന്നെയാണ് പഠിക്കേണ്ടത്. മറ്റുള്ളവരിൽ നിന്നും പഠിച്ചേ തീരൂ എന്നാണെങ്കിൽ അത് നിങ്ങളുടെ അതേ വഴിയിലൂടെ മുന്നേ നടന്ന് വിജയിച്ച് കയറിയവരിൽ നിന്നാകണം. നിങ്ങളുടെ പരിശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുക. മറ്റുള്ളവരുടെ പരിഹാസങ്ങളെയും കുറ്റപ്പെടുത്തലുകളെയും ഭയക്കാതിരിക്കുക. കാരണം പരിഹസിക്കപ്പെടുന്നവർ തന്നെയാണ് ഇതിഹാസം രചിക്കുന്നവർ. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.